സിനിമകളിൽ സ്ത്രീ മുന്നേറ്റം ഉണ്ടാകണമെന്നും സ്ത്രീ സംവിധായകർ മുന്നോട്ട് വരണമെന്നും തടവ് എന്ന ചിത്രത്തിലൂടെ ഈ വർഷം മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നടി ബീന ആർ ചന്ദ്രൻ. ഉർവശിക്കൊപ്പം സംസ്ഥാന അവാർഡ് പങ്കിട്ട ബീന ടീച്ചറാണ് നമുക്കൊപ്പം ഇന്ന് IFFKയിൽ എത്തിയിരിക്കുന്നത്. ടീച്ചറോട് തന്നെ മേളയുടെ വിശേഷങ്ങളും ടീച്ചറുടെ വിശേഷങ്ങളും ചോദിച്ചറിയാം. കഴിഞ്ഞ കൊല്ലത്തെ ഒരു ഓർമ്മയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ കൊല്ലം കോമ്പറ്റീഷൻ വിഭാഗത്തിൽ ഞങ്ങളുടെ സിനിമ ഉണ്ടായിരുന്നു തടവ്. അപ്പോൾ അന്നത്തെ നല്ല റിവ്യൂ ഒക്കെ കേട്ട ഒരു ഓർമ്മയിലാണ് നിൽക്കുന്നത്. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല ഇപ്രാവശ്യം വരണമെന്ന്. പക്ഷേ ഇവിടെ ഒരുപാട് ആളുകൾ വരൂ ടീച്ചറെ, കുറേ പേര് കാണാലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ സ്കൂളിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സാം അവിടെ നടന്നോളും എന്നുള്ളൊരു സമാധാനത്തിൽ എല്ലാവരും ഒന്ന് കാണാം, പറ്റുന്ന ചില സിനിമകൾ കാണാം എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ്. സന്തോഷമുണ്ട് കഴിഞ്ഞ കൊല്ലത്തെ ഒരുപാട് ആളുകളെ പരിചയം പുതുക്കാനൊക്കെ സാധിച്ചതിൽ. സ്ത്രീ മുന്നേറ്റം ഉണ്ടാവണം സിനിമകളിലും എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ സംവിധായകരായിട്ട് സ്ത്രീ സംവിധായകർ മുന്നോട്ട് വരണം. ഞങ്ങളുടെ നാട്ടിലെ തന്നെ ആദിത്യ ബേബി, ആ കുട്ടിയൊക്കെ ഒരു സംവിധാന രംഗത്തേക്ക് വരുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. ശ്രുതി ശരണത്തിനെയൊക്കെ പോലെ അങ്ങനെ ഒരുപാട് കുട്ടികൾ വരട്ടെ മുന്നോട്ട്. എൻ്റെ മേഖല എന്ന് പറയുന്നത് അഭിനയ മേഖലയാണ്, പ്രസംഗമല്ല എൻ്റെ മേഖല. അപ്പോൾ ആളുകൾ വിളിക്കുമ്പോൾ ആളുകളോട് സംവദിക്കാനായിട്ട് എൻ്റെ അഭിനയമാണ്. മാത്രമല്ല തടവ് എന്നുള്ള സിനിമ റിലീസാവാത്തത് കാരണം എൻ്റെ അഭിനയത്തിൻ്റെ മികവ് എന്ത് എന്ന് എല്ലാവരും സംശയത്തോടു കൂടി നോക്കി കാണുകയാണ്. കാരണം ഉർവശി ചേച്ചി എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനോട് ചേർത്ത് വെച്ച ഈ ബീന ആർ ചന്ദ്രൻ്റെ അഭിനയ മികവ് എന്തെന്ന് തേടുന്നവർക്ക് എനിക്ക് മുന്നിൽ വെക്കാൻ ഈ ഒരു ഒറ്റ ഞാവൽമരം എന്ന ഏകപാത്ര നാടകം, അതുകൊണ്ട് ഞാൻ അതിനെ ഒരുപാട് സ്നേഹിക്കുന്നു.